ഇത് നമ്മുടെ ബേബീസിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ പിള്ളേരും ടീച്ചേഴ്സും നമ്മളൊക്കെ ചേർന്ന് അടിച്ച് പൊളിച്ച് ശരിക്കും എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഈ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ VBS ഇത്ര അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേരെടുത്തൊരു എഫേർട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ അറ്റൻഡ് ചെയ്തത് എക്സൽ VBSൻ്റെ ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിൽ അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ഈ പാട്ടിൻ്റെയൊക്കെ പെൻഡ്രൈവ് അവർ തരും. പിന്നെ നമ്മൾ അതിനെ കൊണ്ടുവന്നിട്ട് അതിലുള്ള പാട്ടുകൾ പഠിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഡാൻസൊക്കെ നമ്മളൊരു 1 മന്ത് മുതലേ പ്രാക്ടീസ് തുടങ്ങി ഡാൻസ് ഏകദേശമൊക്കെ പഠിച്ചൊതുക്കിയതിന് ശേഷമാണ് നമ്മൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ക്രാഫ്റ്റ് വർക്കിൽ നമ്മൾ ആദ്യം ചെയ്തത് വചനം പഠിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചാണ് ആദ്യം ആലോചിച്ചത്. അപ്പോൾ ഇതുപോലെ ഫ്ലവർ പോലെയൊക്കെ വെട്ടി അതിനകത്ത് വചനം എഴുതിയാണ് 1-ാം ദിവസം വചനം പഠിപ്പിച്ചത്. അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഓരോരോ ഗെയിംസാണ് സെറ്റ് ചെയ്തത്. ഈ ബലൂണിനകത്ത് വചനം എഴുതി വെച്ച് പിന്നെ അതിനെ ഊതി പൊട്ടിക്കുന്ന രീതിയിലൊക്കെയാണ് ഗെയിം അറേഞ്ച് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ വചനം 4 ദിവസത്തേക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ഗിഫ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഗിഫ്റ്റ് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്ന രീതിയിൽ പിള്ളേർക്ക് ഒരു എൻകറേജ്മെൻറ്റ് വരുന്ന രീതിയിൽ ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മീഷോന്നാണ് ഈ തിങ്സൊക്കെ മേടിച്ചത്. ഇപ്പോൾ ഇതിൽ കണ്ടതുപോലെ ഈ കീ ചെയിൻ, എറേസർ, പെന്ന് ഇതൊക്കെ നമ്മൾ മീഷോന്ന് വളരെ റേറ്റ് കുറവിലാണ് മേടിച്ചത്. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അത് ഈ കാണുന്ന പോലെ ഗ്ലാസ്സിനകത്താണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ഒരു ഗ്ലാസ്സിനകത്ത് 3 ഗിഫ്റ്റ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് അതിനെ പിൻ ചെയ്തൊരു ബാഗ് പോലെ ആക്കി എടുക്കുകയാണ് ചെയ്തത്. അതെന്തായാലും ശരിക്കും വർക്കൗട്ടായി എന്നുള്ളതാണ്. പിള്ളേർ ഗിഫ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഓടി വരുന്നുണ്ടായിരുന്നു. എന്തായാലും അത് വർക്കൗട്ടായി. നമ്മൾ ഏകദേശം ഒരു 100 നമ്പേഴ്സ് ഓഫ് ഗിഫ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം കൊടുക്കുകയും ചെയ്തു. അതുകൂടാതെയും പെന്നൊക്കെ നമ്മൾ കരുതിയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും പെട്ടെന്ന് ഒരു കുട്ടി ഒരു വചനം പറയുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പെന്നും നമ്മൾ കരുതി തന്നെയാണ് വെച്ചിരുന്നത്. അതിനുശേഷം ഈ VBS ചെയ്ത അടുത്ത 2 പ്രധാനപ്പെട്ട കാര്യമാണ്, ഒന്ന് ഫോട്ടോ ബൂത്തും ഒന്ന് മൈൽ സ്റ്റോണിൻ്റെ ലോഗോയും. മൈൽ സ്റ്റോൺ ആണ് ഈ വർഷത്തെ എക്സൽ VBSൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ ബൂത്ത് ചെയ്യാൻ നമ്മൾ പ്ലൈവുഡിൻ്റെ ഒരു പീസാണ് കട്ട് ചെയ്ത് മേടിച്ചിട്ട് അതിൻ്റെ ബേസായിട്ട് ബ്ലാക്ക് കളർ ചാർട്ട് ഒട്ടിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് കളർ ചാർട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ ഒട്ടുമോ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമില്ലായിരുന്നു. കറക്റ്റായിട്ട് അത് നല്ല രീതിയിൽ തന്നെ സ്റ്റിക്കായി. അപ്പോൾ ബേസ് ബ്ലാക്ക് കളർ ചാർട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫ്ലവേഴ്സ്, അത് നമ്മൾ ചാർട്ടിൽ തന്നെ ഫ്ലവേഴ്സ് വെട്ടിയെടുത്ത് ചാർട്ടും കളർ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ കുറച്ച് അധികം ഫ്ലവേഴ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെയൊക്കെ റെഫറൻസ് നമ്മൾ യൂട്യൂബിൽ നിന്നാണ് എടുത്തത്. അപ്പം ഫ്ലവേഴ്സ് അങ്ങനെ കുറച്ച് ചെയ്തെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സണ്ണ്, പിന്നെ അതുപോലെ ക്ലൗഡ്സ്, ഇതൊക്കെ നമ്മൾ മേക്ക് ചെയ്തെടുത്ത് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതൊക്കെ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതുകൂടാതെ VBS 2K26 എന്നും നമ്മുടെ ചർച്ചിൻ്റെ പേര് JNAG ചർച്ച്, അതൊന്ന് ചർച്ചെന്ന് കൊടുക്കാണ്ട് കോർണർ JNAG കോർണർ എന്നും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ മൈൽ സ്റ്റോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോ ബൂത്തിൻ്റെ ഫ്രെയിം കട്ട് ചെയ്തതിൻ്റെ മിഡിൽ ഒരു പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് ആ ഒരു പീസ് ബാക്കി വന്നപ്പോൾ അതിനെയും കൂടെ കൊണ്ടുവന്നായിരുന്നു. അതിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൈൽ സ്റ്റോൺ ചെയ്യുന്നത്. ഇത് കൊണ്ടുവരുന്നവരേക്കും മൈൽ സ്റ്റോൺ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ അത് വന്നതിന് ശേഷമാണ് ശരിയെങ്കിൽ മൈൽ സ്റ്റോൺ കൂടെ ചെയ്ത് കളയാം എന്ന് കരുതിയിട്ട് അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് അത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് ഒറ്റ ദിവസത്തിലൊന്നും തീർന്നില്ല. 2 ദിവസം എടുക്കേണ്ടി വന്നു അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളും ചെയ്തത് ഇതേപോലെ തന്നെയാണ്. ചാർട്ട്, വൈറ്റ് ചാർട്ട് മുകളിൽ, പിന്നെ ബ്ലൂ കളർ ചാർട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച്, പിന്നെ അടുത്ത് യെല്ലോ ഓറഞ്ചിഷ് കളറിൽ വരുന്ന കളർ പേപ്പറാണ് അകത്ത് ഒട്ടിച്ചിരിക്കുന്നത്. ഇതിലും ഫെവിക്കോൾ തന്നെയാണ് ത്രൂ ഔട്ട് യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ കുറച്ച് ഷെയ്ഡൊക്കെ കൊടുത്തായിരുന്നു. കുറച്ച് സ്കെച്ചൊക്കെ ഉപയോഗിച്ച് കുറച്ച് ഷെയ്ഡും കുറച്ചൊരു എഫക്റ്റ് വരുന്നതിന് ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മൈൽ സ്റ്റോണിൻ്റെ ലെറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അതിലൊരു മഞ്ഞ് വീണ എഫക്റ്റാണ് ശരിക്കും ആ പിക്ചറിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളർ പെയിൻ്റാണ് അതിലേക്ക് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആ JNAG ശരിക്കും അവിടെ അല്ല വരുന്നത്, ഈ ഫോട്ടോ ബൂത്തിലാണ് ശരിക്കും വെച്ചതെങ്കിലും അവരിങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ JNAG അവിടെ നിന്ന് ഇളക്കി ഈ മൈൽ സ്റ്റോണിലോട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ഡെക്കറേഷൻ വർക്കൊക്കെ നമ്മൾ തലേന്നാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഈ മൈൽ സ്റ്റോണിൻ്റെ ലോഗോ ഒക്കെ നമ്മൾ
പ്രിൻ്റ് ഔട്ട് എടുത്ത് കട്ട് ചെയ്ത് ഹാങ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ നേരത്തെ കണ്ടതുപോലത്തെ ബട്ടർഫ്ലൈസൊക്കെ നമ്മൾ കളർ ചെയ്ത് അവിടുത്തെ ഓരോ പില്ലറിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ വചനവും നമ്മൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മുതൽ കാണുന്ന എല്ലാം നമ്മുടെ VBSൻ്റെ ആ ദിവസങ്ങളിൽ നമുക്ക് 4 ദിവസത്തെ VBS ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസങ്ങളിൽ നടത്തിയ ഗെയിമും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ കാണുന്നത്. ആദ്യം കണ്ടത് നമ്മൾ ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഗെയിം, ഇത് ഒരു ദിവസം നടത്തിയ ഗെയിമാണ്. ഇത് ആദ്യം ബോയ്സിനെയും ഗേൾസിനെയും പിന്നെ ടീച്ചേഴ്സിനെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഗെയിമൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് സ്ട്രോ ഗെയിം. ഇതിങ്ങനെ സ്ട്രോ പാസ് ചെയ്ത് ഇങ്ങ് ക്യാപ്റ്റൻ നിൽക്കും. അപ്പോൾ ക്യാപ്റ്റൻ അത് വെച്ചിട്ടൊരു വീട് പണിയുന്നത്, ഇത് ക്രിയേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ഒരു വീട് പണിയുന്ന രീതിയിൽ ഉള്ളൊരു ഗെയിം. ഇതിൻ്റെയൊക്കെ റെഫറൻസ് അവർ നമുക്കൊരു പെൻ ഡ്രൈവ് തരും. അതിനകത്ത് എക്സൽ VBSൻ്റെ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ നമുക്കൊരു പെൻ ഡ്രൈവ് തരും. അതിനകത്തുണ്ടാവും. അതുപോലെയാണ് നമ്മൾ മിക്ക കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഈ ടീമിൽ 11 പേരുണ്ടായിരുന്നു. ഈ 11 പേരും അവരാൽ കഴിയുന്ന എഫേർട്ട് ഇട്ടത് കൊണ്ടാണ് നമ്മൾ ഈ VBS ഇത്രത്തോളം അടിപൊളിയാക്കിയത്. അതുപോലെ നമുക്ക് 2 ലീഡേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അവരെയും ഫോട്ടോയാണ് ഈ കാണുന്നത്. നമുക്ക് സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഗിഫ്റ്റും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. അങ്ങനെ ഇത്തവണത്തെ VBS എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.